ഈ പഴവിന്റെ തുടക്കം ഇവിടുന്നാണ്. ഇതിപ്പോ ഏതുപോലെ അറിയാം, ഇതിന്റെ അടുത്തുള്ള വേറൊരു തുഫത്തുൽ മുജീദീൻ ആ കയ്യത്ത് കോപ്പി ജമാദുൽ ആഖിർ തുടക്കത്തില് ആണ് ഞാൻ ഈ കിതാബ് എഴുതി പൂർത്തിയാക്കിയത്. ഇനി ഒരുത്തം വന്നിട്ട് പറയാണ് തുഫത്തുൽ മുജാഹിദ് എന്നുള്ള കിതാബ് അബ്ദുൽ ഖാദർ ബിൻ അലിന്റേതാണ്, ഹിജ്റ 1234 ഇത് എഴുതി പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും? ഇതേ അബദ്ധാണ് അവിടെ സംഭവിച്ചത്. ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഉസ്താദ് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ചാണ് ഒരു തർക്കം ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥം സൈനുദ്ദീൻ മഖ്ദൂം സഗീറിന്റെ ആണെന്നാണ് ഇവിടെ വ്യാപകമായിട്ട് പ്രചരിച്ചത്. അപ്പൊ ആ വിഷയത്തിൽ ഇപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു, സൈനുദ്ദീൻ മഖ്ദൂം സഗീറിൻ്റെത് അല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഈ പുസ്തകം മഖ്ദൂം അറിയാത്ത തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇവിടെ രചിച്ചു. അപ്പൊ ഈ ഗ്രന്ഥത്തിനെയും ഉസ്താദിന്റെ ഈ ചർച്ചനെയൊക്കെ ആധാരമാക്കിയിട്ട് നജീം മൗലവി ഉസ്താദ് ഒരു ചോദ്യോത്തരം ചർച്ചയിൽ ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതിൽ 3 വിഷയം മെയിനായിട്ട് പറയുന്നത്. ഒന്ന്, ഗ്രന്ഥകർത്താവിനെ അറിയപ്പെടുക എന്നുള്ളത് ഇല്ലെങ്കിൽ അത് പാരമ്പര്യമായിട്ട് പറഞ്ഞു പോരുന്നതും മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രന്ഥത്തിനെ കുറിച്ചിട്ട് പാരമ്പര്യമായിട്ട് പറഞ്ഞു പോരുന്നത് സൈനുദ്ദീൻ മഖ്ദൂം സഗീറിന്റെ അതാണ് എന്നത് അംഗീകരിച്ചാൽ മതിയല്ലോ. ഈ ചർച്ച നമ്മൾ ശ്രദ്ധിച്ചു. ഒരു ചരിത്രപരമായി വൈജ്ഞാനിക ചർച്ചയാണ്, സന്തോഷമാണ്. കാരണം കാര്യങ്ങൾ ഉയർത്തിരിയല്ലോ വേണ്ടി. നജീം മൗലവി ഉസ്താദ് അതിൽ പറഞ്ഞൊരു വിഷയം, നമ്മളെ പൂർവീകർക്കൊന്നും പിന്നെ ഒരു കിതാബിന്റെ രചിക്കുമ്പം മുഅല്ലിഫ് ഇന്ന ആളാണെന്ന് രേഖപ്പെടുത്തുന്ന സ്വഭാവം ചിലർക്കില്ല, പലർക്കും ഇല്ല എന്ന്. അത് ഒരു ശരി തന്നെയാണ്, തീർത്തുമില്ല എന്നല്ല, പലർക്കും ഉണ്ടല്ലോ. കാല മുഹമ്മദിന് ഹുവബിനു മാലിക്കി, കാലൽ ഫഖീറു ഉമർബിനു വർദി, യക്കൂലു മമ്പി സലാഹിദ്ദീനി കത് ഉസിമ അബൂഹു ബിസ്മിബിന് ദാവൂദി. ബൈത്ത് കിതാബ് ആകട്ടെ, ഞാൻ അല്ലാത്ത കിതാബാകട്ടെ, ഇതിലൊക്കെയും പേര് പറഞ്ഞതും പറയാത്തതൊക്കെ ഉണ്ട്. പേര് പറഞ്ഞാൽ വ്യക്തമായി, പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉസ്താദുമാർ പൂർവികമായി പരമ്പരാഗതമായി അതിനെക്കുറിച്ച് അവിടുത്തെ ശിഷ്യന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞ വാമൊഴികളൊക്കെ നമ്മൾ സ്വീകരിച്ച് സ്ഥിരപ്പെടുത്തു പോരും. ചിലപ്പോൾ മുഅല്ലിഫീങ്ങൾ ഒരു കിതാബിൽ പറയില്ല, വേറെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ മഖ്ദൂം സഗീർ തന്നെ അവരെ ഫതുഹുൽ മുഈനിൽ ഒന്നും ഇപ്പൊ അവരെ പേര് പറഞ്ഞിട്ടില്ല, ഇർഷാദിൽ അവരെ പേര് പറഞ്ഞിട്ടില്ല, അവരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് അവരുടെ പല ഫതാവകളുണ്ട്, ആ ഫതാവകളുടെ തുടക്കത്തിൽ പലപ്പോഴും പേര് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ അവരുടെ ഒരു ഫതാവയാണ്. ഫതാവ അൽ അജീബത്തുൽ അജീബ എന്നുള്ള ഫതാവല്ല, അതിലും പേര് പറയുന്നുണ്ട്. ഇത് വേറെ ഫതാവ, ചെറിയൊരു ഫതാവയാണ്. ഇതിൽ പറയുന്നുണ്ട്, ഫഹാദിഹി അസ്ഇലത്തുൻ വറദത്ത് മിനൽ ഫഖീഹിൽ ഫഹാം അബി ഹഫ്സ് ഉമർ സാദഹല്ലാഹു ഇർത്തിഖാഅൻ ഫി മദാരിജിൽ ഉലൂം അലൽ ഫഖീർ ഇലാ അഫ്വില്ലാഹിർ റഹീം അഹ്മദ് സൈനുദ്ദീൻ ഇബ്നു മുഹമ്മദ് അൽ മാബരി പേര് പറയുന്നുണ്ട്. ഈ കിതാബിൽ, ഈ ഫതാവയിൽ ഒന്നാമത്തെ ചോദ്യം സ്വലാത്തിനെ കുറിച്ചാണ്. അതിന്റെ മറുപടിയിൽ പറയുന്നുണ്ട്, ഔറദിനാഹാബി തമാമിഹ ഫി കിതാബിന ഇർഷാദുൽ ഇബാദ്. ഇർഷാദുൽ ഇബാദാണ് കിതാബിൽ പറഞ്ഞിട്ട്. ഇർഷാദുൽ ഇബാദിൽ അവരെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഫതാവയിൽ അതിന്റെ കിതാബാണെന്ന് സ്ഥിരപ്പെടുത്തി. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പേജിൽ കാണാം, ഇതിന്റെ ഒരു വേറൊരു ചോദ്യത്തിന്റെ മറുപടിയിൽ, കമാ ബയ്യൻതുഹു ഫിൽ മൻഹജുൽ വാദിഹ് ഫി ശർഇ അഹ്കാമിൻ നിക്കാഹ്. അത് നിക്കാഹിന്റെ മസലയുമായി ബന്ധപ്പെട്ട മൻഹജുൽ വാദിഹ് എന്ന കിതാബുണ്ട്. ആ കിതാബിന്റെ തുടക്കത്തിൽ അവരെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ അതിന്റെ കിതാബാണ് എന്നുള്ളത് ഇവിടെ സമർത്ഥിച്ചു. ഇത് അവരുടെ ഫതാവയാണ്. അൽ അജീബത്തുൽ ഫന്നാനിയ അൽ അസ്ഇലത്തുൽ കൊച്ചിയ, കൊച്ചി എന്നുള്ള ചോദ്യങ്ങൾക്ക് ഫന്നാനി എന്നുള്ള മറുപടി അവരുടെ കിതാബാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില കിതാബിൽ പറയില്ലെങ്കിൽ മറ്റു ചില കിതാബിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും ഉണ്ടാവില്ല ചിലപ്പോ, പിന്നെ പരമ്പരാഗതമായി കേട്ടുപോകുന്ന ശൈലി സ്വീകരിക്കും. അത് ശരിയാ. അപ്പൊ പിന്നെ ഈ തുഹ്ഫത്തുൽ മുജാഹിദ് എന്ന് പറഞ്ഞ കിതാബിൽ അവർ പറഞ്ഞ ആ കിതാബ് ഇതാണ് കിതാബ്, ഇതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും എവിടെയും ഗ്രന്ഥകർത്താവ് ഇന്നാളാന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമില്ലല്ലോ. എന്നാ പിന്നെ പരമ്പരാഗതമായി മഖ്ദൂം സഗീറിൻ്റെതാണ് കേട്ടു പോകുന്നു എന്നുള്ള അത് ഉസ്താദ് പറഞ്ഞ് ശരിയല്ല. കാരണം അങ്ങനെ ഒരു പരമ്പരാഗത സ്വഭാവം ഉണ്ടായിട്ടില്ല, അതാണ്. ഈ കിതാബ് തുഹ്ഫത്തുൽ മുജാഹിദിന്റെ രചന പൂർത്തിയാകുമ്പോൾ ഏറ്റവും ചുരുക്കം 4 നൂറ്റാണ്ട് കഴിഞ്ഞ്, 400 കൊല്ലം കഴിഞ്ഞു. 400 കൊല്ലത്തിൽ 300 കൊല്ലം വരെ, അതായത് ഈ നൂറ്റാണ്ട് ഏകദേശം ഒരു 100 കൊല്ലത്തിന് മുമ്പ് ബാക്കിയുള്ള 300 കൊല്ലം ഇത് മഖ്ദൂം സഗീറിൻ്റെതാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. അങ്ങനെ ചരിത്രത്തിലില്ല. ഒരു നൂറ്റാണ്ടിന്റെ മുന്നേ മഖ്ദൂം സഗീറിന് ഇങ്ങനെ ഒരു കിതാബ് ഉണ്ട് എന്ന് ആരും പറഞ്ഞതും എഴുതിയതും ശരിയായി തെളിയിക്കാൻ കഴിയില്ല.
അപ്പം അങ്ങനെ പരമ്പരാഗതമായ ഒരു വഴി ഉണ്ടെങ്കിൽ സ്വീകരിക്കാനും. അപ്പൊ പരമ്പരാഗതമായിട്ട് അങ്ങനെ കേട്ടുപോരുന്നില്ല. അപ്പോൾ പരമ്പരാഗത വഴി ഇല്ല, ഈ കിതാബ് സൈനുദ്ദീൻ മഖ്ദൂം സഗീറിൻ്റെതാണ് എന്നുള്ളത് പറഞ്ഞു പോരുന്നില്ല, പരമ്പരാഗതമായിട്ട് പറഞ്ഞു പോരുന്നില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് ഇതിന്റെ രചയിതാവ് എന്നുള്ള ഒരു സംഭവം, ഒരു ചർച്ച പൊന്തി വന്നത്? അതാണ് ഇതിന്റെ ഒരു പ്രസക്ത ചോദ്യം. പരമ്പരാഗതമായിട്ട് ഏതായാലും ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെ ഒരു വാദം ഇവിടെ വരുന്നത് നമ്മളെ കേരളത്തിൽ ഈ തുഹ്ഫത്തുൽ മുജാഹിദീന് ഇതിന് പല പരിഭാഷകൾ പല ഭാഷയിലും വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലും മറ്റു ഭാഷയിലൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് ആദ്യമായി, മലയാളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അറബി മലയാളത്തിൽ ഇതിൻ്റെ പരിഭാഷ ആദ്യമായി നടത്തുന്നത് ഒരു മുജാഹിദ് പണ്ഡിതനായ മൂസാൻകുട്ടി മൗലവിയാണ്. അത് 1936 അദ്ദേഹത്തിന്റെ പരിഭാഷ. 1936 ഇപ്പൊ ഒരു നൂറ്റാണ്ടിനോട് അടുത്തു, 100 കൊല്ലാകാനായി. ആ പരിഭാഷയിൽ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതുകയാണ്. അതായത് പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം, മലബാറിലെ മുസ്ലിമീങ്ങളെ ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അബ്ദുൽ അസീസ് അൽ മാബരി അൽ ഫന്നാനി അവരുടെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കിതാബാണ് ഈ കിതാബ് എന്ന് പറഞ്ഞ അതിന്റെ തുടക്കം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈനുദ്ദീൻ ഇബ്നു അബ്ദുൽ അസീസ് അങ്ങനെ തുടങ്ങിയത്. എന്നിട്ട് പറയാണ്, പ്രസ്തുത മഹാൻ ഹിജറ 10-ാം നൂറ്റാണ്ടുകാരനാണെന്നും ഈ ചരിത്രം എഴുതി വിതരണം ചെയ്തിട്ടുള്ളത് ഹിജറ 1030 കൊല്ലം മുഹറം 25-ാം തീയതി ചൊവ്വാഴ്ചയുമാണെന്നാണ് അറിയപ്പെട്ടത്. മൂസാൻകുട്ടി മൗലവിന്റെ ഈ പരിഭാഷയുടെ തുടക്കത്തിൽ നിന്നാണ് തുഹ്ഫത്തുൽ മുജാഹിദീന് സൈനുദ്ദീൻ മഖ്ദൂമിങ്ങൾ ഓദർമാരായി മുഅല്ലിഫീങ്ങളായി കടന്നു വരുന്നതിന് തുടക്കം. ഇദ്ദേഹം എഴുതി സൈനുദ്ദീൻ ബിൻ അബ്ദുൽ അസീസ് പൊന്നാനി, അവര് ആണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. രചന പൂർത്തിയാക്കുന്നത് ഹിജറ 1030 മുഹറം മാസം ചൊവ്വാഴ്ച, മുഹറം 25 ചൊവ്വാഴ്ചയാണ് എന്ന് മൂസാൻകുട്ടി മൗലവി എഴുതിയത് കൂടി പിന്നെ പലരും ഇതിങ്ങനെ ഏറ്റുപിടിച്ചു. അതിനെക്കുറിച്ച് പലരും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല, ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ മുതലാണ് ഇതിന്റെ തുടക്കം. കേട്ട ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് കൃത്യമായ ഒരു ഡേറ്റ് അല്ല അയാൾ പറയുന്നത്. ഒരാൾ ഒരു ചരിത്രകാരൻ കൃത്യമായിട്ട് ഒരു ഡേറ്റ് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്കും ആധികാരികമായിട്ട് എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാവും, പ്രാമാണിക രേഖ ഉണ്ടാവും എന്നുള്ളത്. ഇങ്ങനെ ഒരു രേഖ ഉണ്ടെങ്കിൽ പിന്നെ ഈ തുഹ്ഫത്തുൽ മുജാഹിദിന്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം ആണ് എന്ന് അംഗീകരിക്കുന്നതിൽ എന്താ കുഴപ്പം? ഈ മൗലവി പറയാന് അയാൾ ആധാരമാക്കി എന്തെങ്കിലും ഒരു ചരിത്ര രേഖ ഉണ്ടാവുമല്ലോ. കാരണം ഇത്ര കൃത്യമായിട്ട് പറയാണല്ലോ. ഈ രേഖ അന്വേഷിച്ച് നമ്മൾ പലയിടത്തും കറങ്ങി നമ്മളെ KN ഗ്രൂപ്പിന്റെ സാറിൻ്റെ അടുത്തൊക്കെ പോയി. അപ്പൊ അന്ന് അദ്ദേഹം തന്നൊരു പുസ്തകമാണിത്. ഇത് തുഹ്ഫത്തുൽ മുജാഹിദീന. ഇത് എത്ര കട്ടില്ല പറഞ്ഞാൽ ഇതെല്ലാം കൂടി അതിന്റെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പല ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ട എല്ലാം കൂടി ശേഖരിക്കപ്പെട്ടൊരു കൃതി. ഇതില് ഈ പുസ്തകത്തിൽ ഒരു ഫോട്ടോ കണ്ട് ഇങ്ങനെ. അപ്പൊ ഇതിലുണ്ട്, നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇത് എഴുതി പൂർത്തിയാക്കിയത് ഹിജറ 1030 മുഹറം 24 ചൊവ്വാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട്. അപ്പൊ ഇതാണ് മൂസാൻകുട്ടി മൗലവിന്റെ രേഖ. ഇതാണ് കാരണം ഇതിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അത്. പക്ഷെ ഇതൊന്നും കൂടി വ്യക്തമായി കിട്ടാൻ നമ്മൾ ശ്രമിച്ചു. അങ്ങനെ പലയിടത്തും കറങ്ങിയ കൂട്ടത്തിൽ വീണ്ടും അന്വേഷണം മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ ഒരു കുറിപ്പൊക്കെ ഉള്ള തുഹ്ഫത്തുൽ മുജാഹിദീൻ തന്നെ നമുക്ക് കിട്ടി. അപ്പൊ അത് നമ്മൾ പരിശോധിച്ചു. അപ്പൊ അതിനെന്താ പറയുന്നത്? ഇവിടെയാണ് പ്രശ്നം. ഹാദാ കിതാബ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫീ ബഅദി അഖ്ബാൽ ബുർത്തുഗാലിൻ വളുഹൂരിൽ ഇസ്ലാം ഫീ ദിയാർ മലൈബാർ വഹാദിഹി മൻഖൂലത്തും മിൻ നുസ്ഖത്തിൻ ബി ഖത്തി ശൈഖ് അൽ ആലിമിൽ അല്ലാമ അൽ ഹബിൻ നഹരീർ അൽ ഫഹാമ സൈനുദ്ദീൻ ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു അലി ഇബ്നു അഹ്മദ് ഷാഫി മദ്ഹബൻ അൽ മാബരി നസബൻ അൽ ഫന്നാനി മൗലിദൻ വമൻഷൻ വഫറഅ ശൈഖ് റഹിമഹുല്ലാഹ് മിൻ കിതാബത്തിഹാ യൗമ الثلاثاء الخامس والعشرين من الشهر المحرم സനത്ത് 30 بعد الألف من الهجرة النبوية من ബന്ദർ പുതിയങ്ങാട് കമാ യുലം മിൻ അസ്ൽ. ഇതാണ് സൈനുദ്ദീൻ മഖ്ദൂമാണ് തുഹ്ഫത്തുൽ മുജാഹിദീന്റെ രചയിതാവ് എന്ന് പറയാനുള്ള രേഖ. മൂസാൻകുട്ടി മൗലവി രേഖയാക്കിയ രേഖ. പക്ഷെ ഈ രേഖ നോക്കിയാൽ എല്ലാവർക്കും അറിയാം, കുറച്ച് കിതാബ് തിരിണ ആർക്കും മനസ്സിലാവും ഇത് അതിന്റെ രചയിതാവിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കിതാബ് വേറൊരാള് പകർത്തി എഴുതാണ്. ഈ പകർത്തി എഴുതുന്ന ആള് പറയാണ്, ഞാനിത് പകർത്തി എഴുതുന്ന വർഷം ഹിജറ 1030 മുഹറം 25, ഞാൻ സൈനുദ്ദീനാണ്.
അബ്ദുൽ അസീസ് എന്നവരുടെ മോനാണ് എന്ന് അദ്ദേഹം പറയാണ്. ആര് കോപ്പി എടുക്കണ ആളെ ഡീറ്റെയിൽസ് ആണിത്. ഇത് ഈ മൂസാൻകുട്ടി മൗലവി അല്ലാത്തവരോ അറിയാതെ അവരെന്ത് ചെയ്തു, നാസിഖിനെ മുഅല്ലിഫാക്കി കോപ്പി എടുക്കണ ആളെ യഥാർത്ഥ ഓദറാക്കി മാറ്റി. അതാണ് ഈ അബദ്ധമൊക്കെ സംഭവിച്ചത്. ഇതാണ് പ്രശ്നമായത്. ഇവിടുന്നാണ്. ഇതിപ്പോ ഏതുപോലെ അറിയാം, ഇതിന്റെ അടുത്തുള്ള വേറൊരു തുഫത്തുൽ മുജീദിൻ കയ്യത്ത് കോപ്പി. ഇത് അബ്ദുൽ ഖാദർ ബിൻ അലി എന്ന ആളാ. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് തുഫത്തുൽ മുജാഹിദീൻ ബി യദിൽ ഫക്കീർ അലി ബിൻ അബ്ദുൽ ഖാദർ ബിൻ അലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ. എപ്പോഴത് പൂർത്തിയാക്കിയത്? യൗമുൽ ഖമീസ് വഖ്തൽ ഇസ്തിവാ അവല ശഹരി ജമാദിൽ ആഖിർ സനത 40 ബഅദൽ അൽഫി വൽ മിഅത്തൈൻ അലാ സാഹിബി അഫ്ദൽ സ്വലാത്തി വത്തസ്ലീം. ഹിജ്റ 1234 ജമാദുൽ ആഖിർ തുടക്കത്തില് ആണ് ഞാൻ ഈ കിതാബ് എഴുതി പൂർത്തിയാക്കിയത്. അപ്പൊ ഇത് തുഹ്ഫത്തുൽ മുജാഹിദീൻ അയാൾ പകർത്തിയെന്ന വർഷമാണ്. ഇനി ഒരുത്തൻ വന്നിട്ട് പറയാണ് തുഹ്ഫത്തുൽ മുജാഹിദ് എന്നുള്ള കിതാബ് അബ്ദുൽ ഖാദർ ബിൻ അലിൻ്റെതാണ്, ഹിജ്റ 1234 ഇത് എഴുതി പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും? ഇതേ അബദ്ധാണ് അവിടെ സംഭവിച്ചത്. അതോടുകൂടി എന്താ അറിയോ, ഇപ്പൊ കേരളത്തിന്റെ പ്രഥമ കിതാബാണ്, ചരിത്ര കിതാബാണ് ഏത് തുഹ്ഫത്തുൽ മുജാഹിദ് എന്നാ പറഞ്ഞത്. പക്ഷെ ഇവർ ഈ പറഞ്ഞ അനുസരിച്ച് നോക്കുമ്പോൾ ലോക ചരിത്ര കിതാബായി. അതെങ്ങനെയെന്ന് വെച്ചാല് ഈ 988 ലാസ്റ്റ് വെച്ച് നമ്മൾ കൂട്ടിയാൽ ഇതിന്റെ രചന നടക്കണത്. അഥവാ അലി ആദിർഷന്റെ ഹയാത്ത് കാലത്ത്. അയാൾ 989 സഫറിൽ മരണപ്പെടുകയാണ്. അപ്പൊ അയാളെ ജീവിതകാലത്തായി തുടങ്ങണമെന്നുള്ള ഇന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ജീവനോട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് 993 ആകുമ്പോഴാണ് ഇത് പൂർത്തിയാക്കുന്നത്. ഏതായാലും അയാളെ ജീവിതകാലത്ത് തുടങ്ങിയെന്ന് കിതാബെന്ന് വ്യക്തമാണ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ 988 കൂട്ടിയോളി. 88 തുടങ്ങിയ ഈ ചരിത്രകൃതി 98, 108, 118, 128 എന്ന് പറയും. പിന്നെ 30 42 കൊല്ലം. ഏത് ഇത്ര പോന്ന ഒരു ചെറിയ കിതാബ് ചരിത്രകൃതി എഴുതി പൂർത്തിയാക്കാൻ 42 കൊല്ലം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് ലോക ചരിത്രകൃതിയാണ്. അതായത് ഇത്ര പോന്ന ഈ ചരിത്രകൃതി എഴുതാൻ 42 കൊല്ലം എടുത്തു എന്ന് പറഞ്ഞാൽ അത് ലോക ചരിത്രകൃതി തന്നെയാണ്. അത് ഫിഖ്ഹിൻ്റെതോ ഹദീസിൻ്റെതോ ഒക്കെ ആണെങ്കിൽ പിന്നെ പ്രയാസമാണ്. ഇപ്പൊ ഫിഖ് ഫത്തുൽ മുഈനെ പോലത്തെ ഫിഖ് ഒക്കെ എന്ന് പറഞ്ഞാൽ എഴുതി ഉണ്ടാക്കുക, അത് മത്തിനായ കിതാബാണെങ്കിൽ പ്രത്യേകിച്ചും നല്ല റിസ്ക് ആണല്ലോ, സമയം എടുക്കുന്നു വെക്കാം. ചരിത്രം അങ്ങനല്ല. ചരിത്രം പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് നമ്മുടെ ഡയറിയിൽ എഴുതി വെച്ചെങ്കിൽ ജമ്മ ചെയ്യാനേ ഉള്ളൂ. അപ്പം ഒരു 4 ദിവസം കൊണ്ട് എഴുതി പൂർത്തിയാക്കേണ്ട ഒരു സംഭവം ഇപ്പൊ ഇവര് പറഞ്ഞു നോക്കുമ്പോൾ 988 തുടങ്ങിയിട്ട് ഹിജ്റ 1030 രചന പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൃതി വേറെ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ സംഭവിച്ച ഒരു അബദ്ധം നാസിഖിനെ മുഅല്ലിഫാക്കി കോപ്പി ചെയ്യുന്ന ആളെ യഥാർത്ഥ ഓദറാക്കി രചയിതാവാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതെല്ലാവരും ഏറ്റുപാടി എന്നുള്ളതാണ്.